ദുരന്തം വേട്ടയാടിയ വയനാടിന് കൈത്താങ്ങാവുകയാണ് നമ്മുടെ നാടൊന്നാകെ. വിവിധ ചലഞ്ചുകൾ നടത്തിയാണ് ഇത്തരത്തിൽ ഓരോ സംഘടനകളും ഉന്നത പ്രവർത്തകരുമൊക്കെ തന്നെ ഇതിനായുള്ള പണം സ്വരൂപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് വയനാടിനായി തുക കണ്ടെത്തുന്നത്. ഈ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന പണം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ച് നൽകുന്ന 30 വീടുകളിലേക്കുള്ള തുകയായി കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് നീങ്ങുന്നത്? വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടം 30 വീടുകളാണ് പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രീ രാഹുലിൻ്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസവുമായി വയനാട്ടിൽ നടന്നത്. ആ 30 വീടുകൾ നിർമ്മിക്കാനുള്ള ധനസമാഹരണം കോഴിക്കോട് ജില്ലയിൽ ശ്രീ ഷഹീറിൻ്റെ നേതൃത്വം നടക്കുകയാണ്. ഇന്ന് കോഴിക്കോട് സൗത്ത് നിയോജകമണ്ഡലം ശ്രീ റമീസ് പ്രസിഡന്റായുള്ള സൗത്ത് നിയോജകമണ്ഡലത്തിൽ ആ വിഭവ സമാഹരണത്തിനായി ബിരിയാണി ചാനൽ നടക്കുകയാണ്. അതിൻ്റെ ഒരുക്കമാണ് കണ്ടുപിടിക്കുന്നത്. എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും അതിരാവിലെ തന്നെ സജീവമായി ഇതിലിറങ്ങിയിരിക്കുന്നു. ഇത് മാതൃകാപരമാണ്. യൂത്ത് കോൺഗ്രസ് അഭിനന്ദനം അറിയിക്കുന്നു. ആളുകളുടെ ഒരു സഹകരണമൊക്കെ എങ്ങനെയാണ്? പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ്. ഞാനിപ്പോൾ റമീസിനോട് ചോദിച്ചു, ഇവിടെ ഇട്ട കോട്ടയിനേക്കാൾ അപ്പുറത്താണ് ഇതിൻ്റെ ബിരിയാണികൾ പോയിരിക്കുന്നത്. അപ്പോൾ സഹകരണം എന്ന് പറഞ്ഞത് പ്രതീക്ഷിച്ചിരിക്കുകയും സങ്കല്പത്തിൻ്റെയും അപ്പുറത്താണ് ജനങ്ങളുടെ പ്രതികരണം. എത്ര രൂപയാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ? എത്ര ആളുകൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്? ഏതാണ്ട് 8000-ഓളം ആളുകളാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞതിലും കൂടുതൽ തുക കൈമാറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രതീക്ഷ. പല ചലഞ്ചുകളാണ് ജില്ലയിലെ പല അസംബ്ലി കമ്മിറ്റികളും നടക്കുന്നത്. പായസം ചലഞ്ച് നടക്കുന്നുണ്ട്, ബിരിയാണി ചലഞ്ച് നടക്കുന്നുണ്ട്, ചായക്കടകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 35 ലക്ഷം റുപ്യയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൊടുക്കേണ്ടത്. അതിൽ കൂടുതൽ തുക കൈമാറാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷ. വയനാടിന് കൈത്താങ്ങാവുകയാണ് യൂത്ത് കോൺഗ്രസും. ആ രീതിയിൽ വിവിധ ചലഞ്ചുകൾ നടത്തി, ബിരിയാണി ചലഞ്ച്, പായസങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ചലഞ്ചുകൾ നടത്തി തന്നെയാണ് യൂത്ത് കോൺഗ്രസും ഈ ഒരു ധനസമാഹരണം നടത്തുന്നത്. വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസും പറയുന്നത്.